തൃശൂർ ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ മേയറാകും. എ പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് തൃശൂർ ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കണക്കൻകടവ് പുഴയിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനായി നിർമ്മിക്കുന്ന മണൽ ബണ്ട് നിർമ്മാണം പൂർത്തിയായി. ടാങ്കറുകളിൽ കുടിവെള്ളം നൽകുന്നത് തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എളിമയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ഇന്ന് നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷം. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ കിഴക്കുംപാട്ടുകരയിൽ നിന്നും വിജയിച്ച തൃശൂർ ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ മേയറാകും. എ പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് തൃശൂർ ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടേം വ്യവസ്ഥ സംബന്ധിച്ച് പിന്നീട് അറിയിക്കുമെന്നും ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. നാളെ നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പൊ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ദീർഘകാലം പാർട്ടിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയറായി KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പൊ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ എ പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ജനങ്ങളെ കേട്ട് അവരെ ചേർത്തു നിർത്തി മുന്നോട്ടു പോകുമെന്ന് തൃശൂർ നിയുക്ത ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്. പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പാർട്ടിയോടൊപ്പം ചേർന്നു നിന്ന് പ്രവർത്തിക്കുമെന്നും പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFന്റെ ഭരണത്തിനെതിരെ ജനവിധിയാണ് തൃശ്ശൂരുണ്ടായിട്ടുള്ളത്. ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെ ധിക്കാരപരമായിട്ടാണ് LDFന്റെ ഭരണസമിതി മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ജനങ്ങളുടെ ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എല്ലാ കൗൺസിലർമാരുമായി ആശയവിനിമയം നടത്തി എല്ലാവരുമായി സംസാരിച്ചു, എല്ലാവരെയും കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തീരുമാനം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയൊക്കെ തന്നെ പരിപൂർണമായി അംഗീകരിക്കും. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ കൗൺസിലർമാർക്കും ആ തീരുമാനം ബാധകവുമാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ്. വീട്ടിൽ ലൈറ്റിട്ടതുകൊണ്ട് മാത്രം മതമൈത്രി ആകില്ല. സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിരോധിച്ച കോൺഗ്രസ് കൗൺസിലർക്കെതിരെ സുരേഷ് ഗോപി സംസാരിച്ചതാണ് കോൺഗ്രസിന്റെ വിമർശനത്തിന് കാരണം. സുരേഷ് ഗോപി വീട്ടിൽ ലൈറ്റിട്ടത് കൊണ്ട് മതമൈത്രിയാവില്ല. സുരേഷ് ഗോപിയുടെ ഹൃദയത്തിലാണ് വെളിച്ചം വരേണ്ടത്. എന്നാൽ മാത്രമാണ് മതമൈത്രി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും കാഴ്ചയുള്ള കണ്ണാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് സുരേഷ് ഗോപിക്ക്. പട്ടാപ്പകൽ ഇത്ര വലിയ അക്രമം നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ട് അതൊക്കെ കൗൺസിലറിൻ്റെ പാർട്ടിക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ വളരെ സഹതാപം തോന്നുകയാണ്. അപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കട്ടെ. ആർക്കും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കട്ടെ. ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ പ്രാർത്ഥന അതാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ ലൈറ്റ് തെളിയിക്കുന്നതിനൊപ്പം ഹൃദയത്തിൽ കൂടെ ലൈറ്റ് തെളിയിക്കാൻ ബഹുമാന്യനായ തൃശ്ശൂർ MP സുരേഷ് ഗോപി തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ആദ്യമേ പറയാനുള്ളത്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കണക്കൻകടവ് പുഴയിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനായി നിർമ്മിക്കുന്ന മണൽ ബണ്ട് നിർമ്മാണം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു.
ടാങ്കറുകളിൽ കുടിവെള്ളം നൽകുന്നത് തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഉപ്പുവെള്ള ഭീഷണി മൂലം പ്രദേശത്തെ ജലവിതരണം സ്തംഭിച്ച വാർത്ത മീഡിയ ടൈമാണ് പുറം ലോകത്തെ അറിയിച്ചത്. പെരിയാറിൽ നിന്നും ഓരുജലം ചാലക്കുടി പുഴയിലേക്ക് കയറാതിരിക്കാൻ എളന്തിക്കരയെയും കോഴിത്തുരുത്തിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള മണൽ ബണ്ട് നിർമ്മാണമാണ് പൂർത്തിയായത്. ബണ്ട് നിർമ്മാണം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 ആഴ്ച മുൻപുണ്ടായ ശക്തിയായ മഴയെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാം തുറന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചതും മൂലം നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. ബണ്ടിന്റെ നിർമ്മാണ ചുമതലയുള്ള മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അനുമതി ലഭ്യമായാൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ചുമതലയുള്ള എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ശേഷം ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ട ശേഷം ഇവിടത്തെ ഉപ്പുവെള്ളത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതുവരെ തുരുത്തിപ്പുറം വള്ളാട്ടുതറ ഭാഗങ്ങളിൽ ചാത്തേടം ഭാഗത്തു നിന്നും താൽക്കാലികമായി വെള്ളം നൽകുന്നതും മറ്റുള്ള സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം നൽകുന്നത് തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇറിഗേഷൻ വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജോ ഫ്രാങ്ക് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് കഴിഞ്ഞ 5 ദിവസമായി രാത്രിയിലും പകലുമായി നിന്ന് മണൽ ബണ്ടിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുവാൻ നേതൃത്വം നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഉപ്പുവെള്ള ഭീഷണി മൂലം പ്രദേശത്തെ ജലവിതരണം സ്തംഭിച്ച വാർത്ത മീഡിയ ടൈമാണ് പുറം ലോകത്തെ അറിയിച്ചത്. പമ്പിംഗ് തുടരുന്നതുവരെ നടത്തിവരുന്ന സത്യാഗ്രഹ സമരം തുടരുമെന്ന് കുടിവെള്ള ജനജാഗ്രതാ സമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, പുത്തമേലിക്കര. എളിമയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ഇന്ന് നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷം. യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചതിനെ അനുസ്മരിക്കുന്ന രീതിയിൽ വീടുകളിലും പള്ളികളിലും പുൽക്കൂടുകൾ ഒരുക്കി. സാന്താക്ലോസിനോടൊപ്പം വീടുതോറും കയറിയിറങ്ങിയ കരോൾ സംഘങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾ ആഘോഷിച്ചു. 25 ദിവസത്തെ വ്രതാനുഷ്ഠാനവും ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും നടത്തിയാണ് വിശ്വാസികൾ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിയത്. ബുധനാഴ്ച വൈകുന്നേരം മുതൽ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ശുശ്രൂഷകൾ ദേവാലയങ്ങളിൽ നടന്നു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സമയക്രമീകരണങ്ങൾ വ്യത്യസ്തമായിരുന്നു. പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും തീജ്വാല ശുശ്രൂഷയും പ്രദക്ഷിണവുമെല്ലാം തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്തുമസ് റാലികൾ, പപ്പാമാരുടെ സംഗമം, സമ്മേളനങ്ങൾ, കരോൾ ഗാനങ്ങൾ എന്നിവയും വിവിധയിടങ്ങളിൽ നടക്കും. വിവിധ ക്രൈസ്തവ ഇടവകകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രധാന ടൗണുകളിൽ ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്മസ് തലേന്ന് വിപണികളും ഏറെ സജീവമായിരുന്നു. മത്സ്യം, മാംസം, പച്ചക്കറി വിപണികളിൽ കച്ചവടം പൊടിപൊടിച്ചു. കേക്ക് തന്നെയാണ് വിപണിയിലെ താരം. വ്യത്യസ്തതകളുമായി കേക്ക് വിപണി സജീവമാണ്. മീഡിയ ടൈം, മാള. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. LKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള 1750ഓളം കുട്ടികൾ മെഗാ കരോളിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി 25 അടി ഉയരമുള്ള ക്രിസ്തുമസ് പപ്പയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ 250ഓളം പേർ പങ്കെടുക്കുന്ന ചലിക്കുന്ന പുൽക്കൂടും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, പ്രിൻസിപ്പൽ ET ലത, ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, കോർഡിനേറ്റർ അഞ്ജലി വർഗീസ്, യുവരാജ് എന്നിവർ നേതൃത്വം നൽകി. വിസ്മയ കാഴ്ചയൊരുക്കി കുഴൂർ പാറപ്പുറം പോളക്കുളം കൂട്ടായ്മയുടെ കലാ സാംസ്കാരിക വിനോദോത്സവം നക്ഷത്ര തടാകത്തിന് തുടക്കമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ സാംസ്കാരിക കേന്ദ്രമായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചു കൊണ്ടുവരുവാനും തീർച്ചയായിട്ടും ഈ വേദിയെ നമുക്ക് ഗുണമായിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകാൻ വേണ്ടത് നല്ല സൗഹൃദവും നല്ല സ്നേഹവും നല്ല കരുണയും തന്നെയാണ്. അതായിരിക്കണം നമ്മുടെ മക്കൾക്ക് നമുക്ക് നൽകാൻ കഴിയേണ്ടതായിട്ടുള്ള ഒന്ന്. ജാതിമത ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് മനുഷ്യനാണ് വലുത് എന്നുള്ള, മനുഷ്യത്വമാണ് വലുത് എന്നുള്ള നല്ല ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. കൂട്ടായ്മ പ്രസിഡന്റ് ജോൺസൺ കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ജോജു ജോർജ് മുഖ്യാതിഥിയായിരുന്നു.
എല്ലാം പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എന്ത് പറയണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്താ പറയുക, ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയ അറിവും അനുഭവങ്ങളുമാണ് ഞാൻ എൻ്റെ ഒരു കരിയറായി മാറ്റി ഒരു സിനിമാ നടനായത്. കുളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തോന്നിയൊരു സ്വപ്നമായിരുന്നു. അത് നടക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നാലെ പോയി. ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ മാതിരി ബുറുഞ്ചു ജോസഫ് അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റി, ഇവിടെ വന്ന് നിൽക്കാൻ പറ്റി. അത് എന്തെങ്കിലും എനിക്ക് എൻ്റെ എനിക്ക് തോന്നിയ കലാരൂപത്തോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകളിലൂടെ വളർന്നു വന്നൊരു നടനാണ് ഞാൻ. വാർഡ് മെമ്പർ PS സുധീർ, TS പുഷ്പൻ, സാജു മണവാളൻ, PK അലി, KG മോഹൻ, PJ വർഗീസ് മുക്കണ്ണിക്കൽ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 31 വരെ വൈകിട്ട് 6 മുതൽ 10 മണി വരെ നടക്കുന്ന പരിപാടിയിൽ സ്റ്റേജ് ഷോകൾ, എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ, ഫുഡ് കൗണ്ടറുകൾ, വർണ്ണ നക്ഷത്രങ്ങൾ, സൗഹൃദ സന്ധ്യ എന്നിവയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നമനട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് കുട്ടികൾക്കും മറ്റു വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 യുവാക്കളെ പിടികൂടി. 32 ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മാമ്പ്ര സ്വദേശി ചെമ്പാട്ട് വീട്ടിൽ 25 വയസ്സുള്ള റിയാദ്, സുഹൃത്ത് അന്നമനട കല്ലൂർ സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഫായിസ് എന്നിവരെയാണ് കഞ്ചാവുമായി മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കേസെടുത്തു. മാള പോലീസ് സ്റ്റേഷൻ SI PM റഷീദ്, OP അനിൽകുമാർ, GS CPO ജിജീഷ്, CPO C ജോയ് EB എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ദേശീയപാത നിർമ്മാണ സൈറ്റിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലൂറ്റ് ഉഴുവത്തുംകടവ് സ്വദേശി ചക്കാണ്ടി വീട്ടിൽ രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളിക്ക് സമീപമുള്ള സൈറ്റിൽ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ലോറികൾ തടയുകയും ഓരോ ലോഡ് മണ്ണിനും 1000 രൂപ വീതം തരണമെന്ന് ആവശ്യപ്പെടുകയും പണം നൽകിയില്ലെങ്കിൽ വാഹനങ്ങൾ തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. അഴിക്കോട് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ കേസിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ പ്രതി പിടിയിൽ. അഴിക്കോട് മേനോൻ ബസാർ സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ 24 വയസ്സുള്ള നൌഫലാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി അഴിക്കോട് പേ ബസാർ സ്വദേശി നാസറിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി നാസറിനെയും മകനെയും ആക്രമിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പുത്തൻ പീടികയിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം 12:30യോടെയായിരുന്നു സംഭവം. അന്തിക്കാട് സ്വദേശി ചിരിയങ്കണ്ടത്ത് 32 വയസ്സുള്ള റിഡ്സ് ആണ് മരിച്ചത്. അന്തിക്കാട് 5ാം വാർഡ് CPI ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അറയ്ക്കുവീട്ടിൽ 16 വയസ്സുള്ള സഫീർ, അന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ 17 വയസ്സുള്ള സ്വാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി 12:30യോടെയായിരുന്നു അപകടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ മേയറാകും. A പ്രസാദ് ഡെപ്യൂട്ടി മേയറുമാകും. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കണക്കൻ കടവ് പുഴയിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനായി നിർമ്മിക്കുന്ന മണൽ ബണ്ട് നിർമ്മാണം പൂർത്തിയായി. ടാങ്കറുകളിൽ കുടിവെള്ളം നൽകുന്നത് തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എളിമയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ഇന്ന് നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷം. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.